നിയമസഭാ സെക്രട്ടേറിയറ്റിൽ വൻ പെൻഷൻ ക്രമക്കേട്. ഒരാൾക്ക് 2 പേരിൽ പെൻഷൻ. KR ഗൗരി ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുവെന്ന് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന മുൻ MLA-മാർക്കും അവരുടെ ആശ്രിതർക്കുമുള്ള പെൻഷൻ വിതരണത്തിൽ വ്യാപക ക്രമക്കേടെന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖ ജനം TVക്ക് ലഭിച്ചു. ശാലിനി ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് തയ്യാറാണ്. ശാലിനി, 2021 അന്തരിച്ച KR ഗൗരിയുടെയൊക്കെ പേരിൽ ഇപ്പോഴും പെൻഷൻ പോകുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം ഈ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ എങ്ങനെയാണ് ഈ പെൻഷന്റെ പേരിൽ ക്രമക്കേട് നടക്കുന്നത്? ഈ വിവരാവകാശ രേഖയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗൗതമേ, നമുക്കറിയാം ഈ പുതിയതായി പെൻഷൻ വാങ്ങുന്നവരൊക്കെ മസ്റ്ററിംഗ് നടത്തണം, ഒപ്പം തന്നെ അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ള രേഖകൾ ഹാജരാക്കണം, തമ്പ് പതിക്കണം എന്നൊക്കെയുള്ള നടപടികൾ അത് തുടരുകയാണ്. സെപ്റ്റംബർ 30 വരെയാണ് അതിൻ്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. സാധാരണ ജനങ്ങളും ഒപ്പം തന്നെ ആരോഗ്യമായി ഏറെ വൈകാരികമായിട്ടുള്ള ആളുകളൊക്കെ പോയി ഈ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുകയാണ്. ഇതിനിടയിലാണ് നിയമസഭയിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ക്രമക്കേടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് മാത്രമല്ല, ജീവിച്ചിരുന്ന പിന്നീട് മരിച്ച് പെൻഷൻ വാങ്ങി അവരുടെ പേരുകളിലടക്കം വ്യാജ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് ക്രമക്കേടുകൾ നടന്നുകൊണ്ട് ഈ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ RTA രേഖയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് നിലവിലെ രേഖകൾ പ്രകാരം 225 MLA-മാർക്ക് പെൻഷനും മരണപ്പെട്ട 230 പേരുടെ കുടുംബാംഗങ്ങൾക്ക് കുടുംബ പെൻഷനും നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് RTA രേഖ സൂചിപ്പിക്കുന്നത്. ഇതിൽ മരണപ്പെട്ട പലരും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരേ വ്യക്തിക്ക് 2 പെൻഷൻ വാങ്ങുകയാണ് എന്നുള്ളതാണ്. അതായത് KR ഗൗരിയമ്മ ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 മെയ് 11 KR ഗൗരിയമ്മ അന്തരിക്കുന്നത്. അതിനുശേഷവും MLA TV തോമസിന്റെ ഭാര്യ എന്ന നിലയിൽ 2 പെൻഷനുകൾ, KR ഗൗരിയമ്മയുടെ പെൻഷൻ ഒപ്പം തന്നെ ഭർത്താവിന്റെ പേരിലുള്ള പെൻഷൻ, അങ്ങനെ ഇരട്ട പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ RTA രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, മരിച്ചയാൾക്കും പെൻഷൻ നൽകുന്നു എന്നുള്ളതാണ്. അതായത് ഭാര്യയ്ക്ക് കുടുംബ പെൻഷൻ 2019 ഡിസംബർ 13 മരണപ്പെട്ട മുൻ ദേവികുളം MLA S സുന്ദരമാണിക്യത്തിന് ഇപ്പോഴും പെൻഷൻ അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് RTA രേഖ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഇതേ വ്യക്തി മരിച്ചെന്ന് കാണിച്ചുകൊണ്ട് ഭാര്യ അന്നമ്മാളിന് കുടുംബ പെൻഷനും നൽകി വരികയാണ്. അതായത് 2 രീതിയിൽ ഒരേ കുടുംബത്തിലേക്ക് പെൻഷൻ എത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, സരോജിനി ബാലാനന്ദനാണ്. 2023 ഓഗസ്റ്റിലാണ് ഇവർ അന്തരിക്കുന്നത്. അതിനുശേഷവും സരോജിനി ബാലാനന്ദൻ ലിസ്റ്റിൽ സജീവമാണ്. പെൻഷൻ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ ആൾമാറാട്ടം അടക്കമുള്ള ചില ദുരൂഹതകൾ ഈ പെൻഷൻ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് PK ശ്രീമതി, ഇവർ മുൻ MP ആണ്. ഇവരുടെ പേരിലും വ്യാജമായി പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് PR കൃഷ്ണൻ എന്ന മുൻ MLA-യുടെ ഭാര്യ എന്ന നിലയിലാണ് ഇപ്പോൾ ശ്രീമതി ടീച്ചർ ഈ പെൻഷൻ വാങ്ങുന്നത്. അതേസമയം തന്നെ ഇവരുടെ ഭർത്താവ് എന്നുള്ളത് ഈ ദാമോദരൻ നമ്പ്യാർ നിയമസഭാ അംഗമല്ലാത്ത ഒരാളുടെ ഭാര്യ, മറ്റൊരു ആളുടെ പേരിൽ അയാളുടെ ഭാര്യ എന്ന പേരിലാണ് പെൻഷൻ അവരിലേക്ക് എത്തുന്നത്. മറ്റൊന്ന്, MLA ആകാത്ത ഒരു വ്യക്തിയുടെ മകൾക്ക് ഇത്തരത്തിൽ പെൻഷൻ സഹായം നൽകുന്നു എന്നുള്ളതാണ്. പ്രൊഫസർ KM ചാണ്ടിയുടെ മകൾ ത്രേസ്യാമ്മ ചാണ്ടിക്കാണ് ഇങ്ങനെ പെൻഷൻ വഴിവിട്ട രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, 2 ഭാര്യമാർക്ക്, ഒരേ വ്യക്തിയുടെ ഒരേ MLA-യുടെ 2 ഭാര്യമാർക്കും കുടുംബ പെൻഷൻ നൽകുകയാണ്. അതായത് തിരുവമ്പാടി MLA AV അബ്ദുറഹ്മാൻ ഹാജിയുടെ 2 ഭാര്യമാർക്കാണ് MLA ആയിരുന്ന കാലം പരിഗണിച്ചുകൊണ്ട് പെൻഷൻ നൽകുന്നത്. നമുക്കറിയാം, ചട്ടങ്ങൾ പ്രകാരം ആരെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ആ പെൻഷൻ നൽകേണ്ടത്. പക്ഷേ 2 പേർക്കും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് MLA-യുടെ പെൻഷൻ എന്ന രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇരട്ട പെൻഷനാണ്. അതായത് എലിസബത്ത് മാമൻ മത്തായിക്കാണ് ഇരട്ട പെൻഷൻ നൽകുന്നത്. മുൻ തിരുവല്ല MLA എന്ന നിലയിൽ സ്വന്തം പെൻഷനും ഒപ്പം തന്നെ അന്തരിച്ച മുൻ MLA മാമൻ മത്തായിയുടെ പെൻഷനും ഒരേ കുടുംബത്തിലേക്ക് അങ്ങനെ വഴിവിട്ട് എത്തുകയാണ്. അതുമാത്രമല്ല, നിലവിൽ സഭയിൽ തുടരുന്നവർക്ക്, അതായത് ഒരു സഭാ കാലയളവിൽ കഴിഞ്ഞ് അവർ സഭാ കാലയളവ് പൂർത്തിയാക്കി MLA സ്ഥാനത്ത് നിന്ന് മാറിപ്പോകുമ്പോൾ അവർക്ക്
അവർക്ക് പെൻഷൻ അനുവദിക്കും. പക്ഷേ പിന്നീട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സഭയിലേക്ക് എത്തുകയാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ എത്തിയ 16ാം നിയമസഭയിൽ തിരിച്ചെത്തിയ പല MLA-മാർക്കും ഇത്തരത്തിൽ വഴിവിട്ട രീതിയിൽ പെൻഷൻ നൽകുന്നു എന്നുള്ളതാണ്. അതായത് MLA-മാരായി തിരിച്ചെത്തിയ തോമസ് ഉണ്ണിയാടൻ, KM ഷാജി, ഷാനിമോൾ ഉസ്മാൻ, N ശക്തൻ എന്നിവർക്കാണ് ഇത്തരത്തിൽ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിയമസഭയിലെ MLA-മാർക്ക്, സാമാജികർക്ക് നൽകി വരുന്ന പെൻഷനിലാണ് ഇത്തരത്തിൽ തിരിമറിയും ക്രമക്കേടും നടക്കുന്നത്. ഇതിന്റെ RTI രേഖകളാണ് ഇപ്പോൾ ജനം TV പുറത്തുവിടുന്നത്. ഗൗതം. ഓക്കെ, എന്തായാലും പെൻഷന്റെ പേരിൽ വ്യാപകമായ തട്ടിപ്പ് നടക്കുകയാണ്. അന്തരിച്ച മുൻ MLA-മാർക്കും മന്ത്രിമാർക്കുമൊക്കെ ഇപ്പോഴും പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. 2021 KR ഗൗരി അന്തരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യാപകമായി മരിച്ച ആളുകൾക്ക്, അതോടൊപ്പം തന്നെ 2 ഭാര്യമാരും മറ്റുമുള്ളവർക്ക് അതിൽ ഒരാൾക്കാണ് നൽകേണ്ടത്, എന്നാൽ 2 പേർക്ക് നൽകുന്നു. ഇങ്ങനെ വ്യാപകമായ ക്രമക്കേട് ദൂർത്ത് ഈ പെൻഷനുമായി ബന്ധപ്പെട്ടും നടക്കുന്നുവെന്നാണ് ഈ വിവരാവകാശ രേഖയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.